Hello guys and welcome back to Best Capex. നമുക്കെല്ലാവർക്കും പുതിയ സഫാരിയും ഹാരിയറിൻ്റെയും ഫേസ് ലിഫ്റ്റ് ഒക്കെ ഇറങ്ങിയ കാര്യം അറിയാവുന്നതാണ്. അതിൻ്റെ ഡിസൈൻ നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ അടുത്ത് അതിൻ്റെ പ്രൈസും വന്നിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ നിങ്ങളതും കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷേ ഇതൊക്കെ കഴിഞ്ഞ് മാറി നിൽക്കുന്ന വേറൊരു സംഭവം, അല്ലെങ്കിൽ ഇതിൻ്റെയൊക്കെ കൂടെ വന്ന മറ്റൊരു സംഭവമാണ് ഈ വണ്ടിയുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട്. ഗ്ലോബൽ NCAPലാണ് ക്രാഷ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഭാരത് NCAPലല്ല. ഭാരത് NCAPൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് വിവരമൊന്നുമില്ല. അതെവിടെ പോയി എന്നുള്ളത് ആർക്കും അറിയില്ല. ഒക്ടോബറിൽ അവരുടെ ആദ്യത്തെ വണ്ടികളുടെയൊക്കെ ടെസ്റ്റിങ് അവർ സ്റ്റാർട്ട് ചെയ്യും. അതായത് റിസൾട്ട്സൊക്കെ പുറത്ത് വിട്ട് തുടങ്ങും എന്നൊക്കെയായിരുന്നു നേരത്തെ പറഞ്ഞിരുന്നത്. പക്ഷേ ഒക്ടോബർ ഇപ്പോൾ പകുതി ആവാനായി, പകുതിയായി, ഓൾമോസ്റ്റ് പകുതി കഴിഞ്ഞെന്ന് തോന്നുന്നു. അപ്പോൾ എന്നിട്ടും അതിൻ്റെ പറ്റി യാതൊരു വിവരമോ അല്ലെങ്കിൽ പുതിയ ടെസ്റ്റ് റിസൾട്ടും ഒന്നും വന്നിട്ടില്ല. ഇനിയിപ്പോൾ കുറച്ച് കാലം ഉണ്ട്. ഞാൻ ഇപ്പോഴേ അങ്ങോട്ട് ഒരു തീരുമാനം പറയുന്നൊന്നുമില്ല, ചിലപ്പോൾ വരുമായിരിക്കും. എനിവേ, ഭാരത് NCAPലല്ല, ഗ്ലോബൽ NCAPൽ തന്നെയാണ് ടെസ്റ്റ് ചെയ്തിരിക്കുന്നത്. വെർണയുടെ പുതിയ ജനറേഷൻ മോഡലിൻ്റെ ലാസ്റ്റ് ക്രാഷ് ടെസ്റ്റ് വന്നപ്പോൾ നമ്മളൊക്കെ ഉറപ്പിച്ചതാണ് ഗ്ലോബൽ NCAPൻ്റെ പരിപാടി കഴിഞ്ഞു, ഇനിയിപ്പോൾ ഇന്ത്യൻ വണ്ടിയിൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ടാവില്ലായിരിക്കും എന്ന്. പക്ഷേ അതല്ല, അവരിപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് കാണിച്ചുകൊണ്ടാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫേസ് ലിഫ്റ്റ് സഫാരിയുടെയും ഹാരിയറിൻ്റെയും ടെസ്റ്റ് റിസൾട്ട്സ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ആൻഡ് ഈ രണ്ട് വണ്ടികൾക്കും 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതും ചൈൽഡ് സേഫ്റ്റിയിലും അഡൽട്ട് സേഫ്റ്റിയിലും രണ്ടിലും കിട്ടിയിട്ടുണ്ട്. അല്ലാതെ അഡൽട്ട് സേഫ്റ്റിയിൽ മാത്രമായിട്ടുള്ള പരിപാടിയൊന്നുമില്ല. പിന്നെ ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഹാരിയറും സഫാരിയും ഇത്രയും കാലമായിട്ട് ടാറ്റ ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. 2019 സ്റ്റാർട്ടിങ്ങിലാണ് ഹാരിയർ, അതായത് ടൈപ്പ് 1 ആദ്യം ഇറങ്ങിയ ഹാരിയർ ലോഞ്ച് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നെ പല ഫേസ് ലിഫ്റ്റുകളും വന്നു, ഒരുപാട് കാര്യങ്ങൾ വന്നു. എന്നിട്ട് പോലും ആ വണ്ടി അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ സഫാരി ലോഞ്ചായി, അതും ക്രാഷ് ടെസ്റ്റ് ചെയ്തിട്ടില്ലായിരുന്നു. പക്ഷേ എന്നാൽ അതിന് മുമ്പ് വന്ന വണ്ടികൾ, അതായത് ഇപ്പം അൾട്രോസ് ആയിക്കോട്ടെ, അതൊക്കെ ലോഞ്ചിൻ്റെ ആ ഒരു സമയത്ത് തന്നെ അവർ ക്രാഷ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് പുറത്തുവിട്ടതാണ്. അതുപോലെ പഞ്ച്, അതും ലോഞ്ചിൻ്റെ സമയത്ത് ക്രാഷ് ടെസ്റ്റ് ചെയ്ത റിസൾട്ട് പുറത്തുവിട്ടതാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഇടയിൽ വന്ന സഫാരി അവർ ആ ഒരു സംഭവം ചെയ്തില്ല. ഇതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതായത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തതെന്നൊക്കെ പറഞ്ഞ് ടീം BHPയിലൊക്കെ ഒരുപാട് റിപ്പോർട്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് ഇതിനു മുമ്പ് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വണ്ടിയുടെ ഉപയോഗിച്ചിരിക്കുന്ന എഞ്ചിൻ, അതായത് 2 ലിറ്റർ മൾട്ടിജെറ്റ് ഡീസൽ എഞ്ചിൻ, ഫിയറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന എഞ്ചിനാണ്. ഈ എഞ്ചിനൊരു ചെറിയ പ്രശ്നമുണ്ട്. ഇതിൻ്റെ ഓയിൽ ഫിൽറ്റർ പ്ലേസ് ചെയ്തിരിക്കുന്ന റൈറ്റ് സൈഡിലാണ്. അത് ABC പെഡൽസ്, അതായത് നമ്മുടെ ആക്സിലറേറ്റർ, ബ്രേക്ക്, ക്ലച്ച് പെഡൽസിൻ്റെ തൊട്ട് ബാക്കിലായിട്ടാണ് ഈ ഒരു സംഭവം പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഒരു ആക്സിഡൻറ്റ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ടെസ്റ്റിംഗ് കണ്ടീഷൻസിലേക്ക് വരുമ്പോൾ ഈ ഒരു സംഭവം നമ്മുടെ ഫുട്വെൽ ഏരിയയിലേക്ക് ഇൻട്രൂഡ് ചെയ്ത് വന്ന് അവിടെ, അതായത് നമ്മുടെ ഒരു ഫുട്ട് ഏരിയയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ കുറേ മേജറായിട്ടുള്ള പോയിൻറ്റ്സ് അവിടെ നഷ്ടപ്പെടുകയും ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടാൻ ബുദ്ധിമുട്ടാവുകയും ചിലപ്പോൾ 4 സ്റ്റാറിലേക്കൊക്കെ പോകാൻ ചാൻസ് വരികയും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ടാറ്റ അത് നേരത്തെ ടെസ്റ്റിന് വിടാതിരുന്നത് എന്നായിരുന്നു. ഇതിൽ എത്രത്തോളം സത്യാവസ്ഥയുണ്ട് എന്നുള്ളതൊക്കെ നമ്മളിനി പിന്നെ ചിലപ്പോൾ ടെസ്റ്റ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്തായാലും ഇത്രയും കാലമായിട്ടും ടാറ്റയെ വണ്ടി ടെസ്റ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഇപ്പോൾ ഈവൻ 5 സ്റ്റാർ കിട്ടിയില്ല, അറ്റ്ലീസ്റ്റ് 4 സ്റ്റാറാണ് കിട്ടുന്നതെങ്കിൽ പോലും ടാറ്റയുടെ ഫ്ലാഗ്ഷിപ്പ് SUVകൾക്ക് അത്രയേ ഉള്ളൂ റേറ്റിംഗ് എന്ന് പറയുമ്പം ചിലപ്പോൾ അതിൽ ഒരു കോൺട്രവേഴ്സി വരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈവൻ അതിൻ്റെ പകുതി പൈസയിൽ വരുന്ന നെക്സോൺ അല്ലെങ്കിൽ അൾട്രോസ് ഒക്കെ 5 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഡബിൾ ഇരട്ടി പൈസയിൽ വരുന്ന അല്ലെങ്കിൽ പ്രൈസിൽ വരുന്ന ഹാരിയറും സഫാരിയും 4 സ്റ്റാറേ വരുള്ളൂ എന്ന് പറയുമ്പം അത് ഒരിത്തിരി പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ടായിരിക്കും അവർ വിടാണ്ടിരുന്നത്. എന്തായാലും ഇപ്പോൾ വിട്ടിട്ടുണ്ട്. ആൻഡ് ഇതിൽ വേറൊരു ഇൻട്രസ്റ്റിംഗ് കാര്യം കൂടിയുണ്ട്. ഇതുവരെ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന വണ്ടികളിൽ ഏറ്റവും മാക്സിമം സ്കോർ പോയിൻറ്റ്സ്, അതായത് 34ൽ മാക്സിമം അഡൽട്ട് സേഫ്റ്റിയിൽ കിട്ടിയിരിക്കുന്നത് 29.72 പോയിൻറ്റ്സിനടുത്തായിരുന്നു. അത് വെർട്ടസിനും സ്ലാവിയയ്ക്കും കൂടിയാണ് കിട്ടിയത്. പക്ഷേ എന്നാൽ ഇതൊക്കെ കടത്തി വെട്ടിയാണ് പുതിയ ഹാരിയറിൻ്റെയും സഫാരിയുടെയും റിസൾട്ട് വന്നിരിക്കുന്നത്. 34ൽ 33 പോയിൻറ്റ്സിനടുത്താണ് ഈ വണ്ടികൾക്ക് രണ്ടിനും കൂടെ കിട്ടിയത്. അതൊരു ഗംഭീര സ്കോറായിട്ട് പറയേണ്ടി വരും. കാരണം ഇതിന് താഴെ കിടക്കുന്ന 29.72-നടുത്താണെങ്കിൽ അതിലും 3 പോയിൻറ്റിന് മേലെ വ്യത്യാസം വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കിടിലൻ കാര്യമാണ്. ആൻഡ് ഇൻഫാക്ട് നമ്മളിപ്പം ഈവൻ വെർണയുടെ ക്രാഷ് ടെസ്റ്റ് റിസൾട്ട് നോക്കുകയാണെങ്കിൽ അതും ഓൾമോസ്റ്റ് 28.3 പോയിൻറ്റ്സിനടുത്താണ് അതിന് കിട്ടിയത്. അതിനേക്കാൾ 1.5 പോയിൻറ്റ്സ് കൂടുതലായിരുന്നു വെർട്ടസിനും സ്ലാവിയയ്ക്കും. അതിനേക്കാൾ 3 പോയിൻറ്റ്സ് കൂടുതലാണ് നമ്മുടെ ഹാരിയറിനും സഫാരിക്കും കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ ടെസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഹൈ പോയിൻറ്റ്സ് കിട്ടിയിരിക്കുന്ന ഈ വണ്ടികൾക്ക് തന്നെയാണ്. ആൻഡ് നമ്മൾ ഈവൻ ചൈൽഡ് സേഫ്റ്റി നോക്കുകയാണെങ്കിൽ പോലും അതും 49ൽ 45 പോയിൻറ്റ്സ് വെച്ച് ഇവർക്ക് കിട്ടിയിട്ടുണ്ട് ഈ വണ്ടിക്ക്. അതും ഗംഭീര സ്കോർ തന്നെയാണ്. ആൻഡ് രണ്ടും 5 സ്റ്റാർ തന്നെയാണ്. ഞാനിപ്പോൾ പറയേണ്ട കാര്യമില്ലല്ലോ, അതിപ്പോൾ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് മനസ്സിലായി കാണുമല്ലോ. ഇനി ഇവരെന്തർത്ഥത്തിലാണ് ഇപ്പോൾ വണ്ടികൾ ടെസ്റ്റ് ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ചിലപ്പം അതിൻ്റെ ഓയിൽ ഫിൽറ്ററിൻ്റെ ഡിസൈനിൽ എന്തെങ്കിലും വ്യത്യാസം
ഒന്നേ ടാറ്റ വരുത്തി കാണും, പക്ഷേ ടാറ്റയ്ക്ക് ഇനിയിപ്പോൾ വരുത്താൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചിലപ്പോൾ FCA ഗ്രൂപ്പ് തന്നെ വരുത്തി കാണും. അതിനെപ്പറ്റി നമുക്ക് യാതൊരു കാര്യങ്ങളും അറിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതൊന്നും അവർ ഒഫീഷ്യലി പുറത്ത് വിടാത്ത കാര്യങ്ങളാണ്. അത് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ പണിയാവുന്നവർക്ക് തന്നെയായിരിക്കും. കാരണം അങ്ങനെ ഒരു ന്യൂസ് ലീക്ക് ആവുകയാണെങ്കിൽ ഇതിന് മുമ്പ് വന്ന വണ്ടികൾ, അതായത് പ്രീ ഫേസ് ലിഫ്റ്റ് അല്ലെങ്കിൽ 2019 മുതൽ 2023 ഈ സമയം വരെ ഇവർ വിറ്റിരിക്കുന്ന എല്ലാ വണ്ടികളും അൺസേഫ് ആണെന്ന് പറഞ്ഞുള്ളൊരു പ്രൊപ്പഗൻഡ ചിലപ്പോൾ നടക്കാം. അല്ലെങ്കിൽ ആൾക്കാർ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ചിലപ്പോൾ വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കേസ് വേണമെങ്കിൽ കൊടുക്കാം. ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടി സേഫ് അല്ല, അവരിപ്പോൾ കൊടുക്കുന്ന വണ്ടി സേഫ് ആണെന്നൊക്കെ പറഞ്ഞ് വല്ല പണിയും പോയി കഴിഞ്ഞാൽ പിന്നെ ചിലപ്പോൾ അവരെല്ലാ വണ്ടിയും റീകോൾ ചെയ്ത് ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും. അത് ചിലപ്പം ഇപ്പോൾ പ്രോഫിറ്റിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കമ്പനി മൊത്തത്തിൽ നഷ്ടത്തിലേക്ക് ആക്കിയേക്കാം. അതുകൊണ്ട് അങ്ങനത്തെ ഒഫീഷ്യലായിട്ടുള്ള കാര്യങ്ങളൊന്നും പുറത്ത് വരും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഈ പുതിയ ഫേസ് ലിഫ്റ്റിൽ എന്തായാലും അവർ ആ ഒരു ഡിസൈനിൽ, അല്ലെങ്കിൽ നേരത്തെ അവർ എന്ത് കാര്യത്തിലാണ് പേടിച്ചിരിക്കുന്നത്, ഇപ്പോൾ ഈ ഓയിൽ ഫിൽറ്ററിൻ്റെ കാര്യം മാത്രമാണെന്നില്ല, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ വ്യത്യാസങ്ങളുണ്ടാവുമായിരിക്കും. അത് എന്താണെങ്കിലും അവരിപ്പം കറക്റ്റായിട്ട് റെക്ടിഫൈ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല കുറച്ചുകൂടെ ആഡഡ് പ്രൊട്ടക്ഷന് വേണ്ടി പണ്ട് 6 എയർ ബാഗ്സ് ആയിരുന്ന വണ്ടിയിൽ ഇപ്പോൾ 7 എയർ ബാഗ്സ് ഉണ്ട്. ഡ്രൈവറിൻ്റെ നീ എയർ ബാഗ് കൂടി അവർ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു പ്ലസ് പോയിൻ്റ് കൂടി ഇപ്പോൾ വരുന്ന വണ്ടികൾക്കുണ്ട്. പിന്നെ ചിലപ്പോൾ അവർ സ്ട്രക്ചറിലോ അല്ലെങ്കിൽ ഈ വക സാധനങ്ങളൊക്കെ എന്തെങ്കിലും വ്യത്യാസം വരുത്തിയിട്ടുണ്ടായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, ഒഫീഷ്യലി പുറത്ത് വിട്ടാൽ ചിലപ്പോൾ പണിയാവുന്നതുകൊണ്ട് അവർ പുറത്ത് വിടില്ല എന്ന്. എന്തായാലും ഗൈസ്, ഇതാണ് പുതിയ നമ്മുടെ ഹാരിയറിൻ്റെയും സഫാരിയുടെയും ക്രാഷ് ടെസ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറൊക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.